ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ട്രിപ്പ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ ചെന്നിട്ട് നേരെ ടോപ്പ് സ്റ്റേഷൻ പിടിക്കാം. ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തു, നേരെ വിട്ടു. കുറച്ചുകൂടെ നേരത്തെ എത്തേണ്ടതായിരുന്നു, പക്ഷേ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഹോട്ട് എയർ ബലൂൺ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാത്തവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും അത് പോയി കാണുക. അപ്പോൾ നമുക്കിപ്പോൾ നേരെ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വിടാം. അപ്പോൾ നമ്മളങ്ങനെ മൂന്നാർ എത്തിയിരിക്കുകയാണ്. മൂന്നാർ എത്തിയതിന് ശേഷം മൂന്നാറിൽ നിന്ന് 36 കിലോമീറ്ററാണ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ളത്. മൂന്നാർ ടൗണിലെത്തിയതിന് ശേഷം ഫസ്റ്റ് കാണുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കുക. ആ പാലം കയറിയതിന് ശേഷം അടുത്ത് കിടക്കുന്ന ലെഫ്റ്റും എടുക്കുക. ആ ഒരു കയറ്റമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കയറ്റം കയറി റൈറ്റ് പോകുക. അവിടെ ബോർഡൊക്കെയും വെച്ചിട്ടുണ്ട്, മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ വട്ടവട എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡൊക്കെയും വെച്ചിട്ടുണ്ടാകും. ആ ബോർഡ് നോക്കി നേരെ റൈറ്റ് എടുത്ത് നേരെ പോവുക. മൂന്നാറിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്ററാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ളത്. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ നല്ലൊരു വ്യൂ പോയിൻറ്റും അതോടൊപ്പം തന്നെ ഈ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക് ട്രാൻസ്ഷിപ്മെൻറ്റ് ലൊക്കേഷനാണ്. കാരണം 1902 കാലഘട്ടങ്ങളിൽ അവിടെ റെയിൽവേ സിസ്റ്റം, അതായത് മൂന്നാറിൽ നിന്ന് സാധനങ്ങൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് റെയിൽവേ ഗതാഗതം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കണ്ണൻദേവൻ മലനിരകളിലേക്ക് മൂന്നാറിൽ നിന്നും അതോടൊപ്പം തന്നെ മാട്ടുപ്പെട്ടിയിൽ നിന്നും സാധനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ ഇത് ഉപയോഗിച്ച് റെയിൽവേ ഗതാഗതം ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെയും മുൻപിൽ പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. ഇതിലൂടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആ പ്രധാന കാര്യം ഇതാണ്: മൃഗങ്ങളും കാര്യങ്ങളൊക്കെയും വഴിയിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരുന്നവർ സൂക്ഷിച്ച് വരിക, വാഹനങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഓടിക്കുക. കൂടാതെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഒരു റോപ്പ് സിസ്റ്റം 5 കിലോമീറ്റർ ഡൗൺ ഹില്ലായിട്ട് മുകളിൽ നിന്ന് സാധനങ്ങളൊക്കെയും തേയില അതുപോലുള്ള സാധനങ്ങളൊക്കെയും താഴത്തേക്ക് എത്തിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഒരു റോപ്പ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയും ഇപ്പോഴും ടോപ്പ് സ്റ്റേഷനിലുണ്ട്. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയും അറിയാൻ താല്പര്യമുള്ളവർക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അതുപോലെ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. ഇങ്ങോട്ടേക്കുള്ള യാത്ര തന്നെ കണ്ണിന് കുളിർമ നൽകുന്ന ഒന്നാണ്. കാരണം എന്തെന്ന് വെച്ചാൽ പച്ചപ്പുകൾക്ക് ഇടയിലൂടെ ഒരു റോട്ടിൽ കൂടെ ഉള്ളൊരു യാത്ര എത്ര മനോഹരമാണ്. ഒരു ഒന്നൊന്നര സെറ്റപ്പ് തന്നെയാണ്. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ. നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിലൂടെയാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുക. ഇവിടെയും ഒരുമാതിരി നല്ല രീതിയിൽ തന്നെയുള്ള തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നട്ടുച്ച നേരമാണല്ലോ, എന്തായാലും മഞ്ഞൊന്നും കാണില്ല എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അതാ പച്ചപ്പ് നിറഞ്ഞ മലകൾക്കിടയിലൂടെ ആ പച്ചപ്പിനെ തഴുകിക്കൊണ്ട് അതാ കോട കയറി വരുന്നു. അതൊരു ഒന്നൊന്നര സെറ്റപ്പ് തന്നെയായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം സമയം ഇപ്പോൾ ഏകദേശം നട്ടുച്ച സമയമാണ്. നട്ടുച്ച സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു കോട, അതൊരു സെറ്റപ്പായിരുന്നു. കണ്ടോ, സമയം ഇപ്പം 11:45. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ ഒരു കോട ഞങ്ങളുടെ ഉള്ളിലുണ്ടാക്കിയ സന്തോഷത്തിന് ഒരളവില്ല. റോഡിൽ വലിയ കാര്യമായിട്ട് മഞ്ഞില്ലെങ്കിലും
ചുറ്റുമുള്ള ഒന്നും കാണത്തില്ല. നല്ല രീതിയിൽ തന്നെ കോട ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ കയറുന്ന ആ സ്ഥലത്തെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് പോവുകയാണെങ്കിൽ നേരെ വട്ടവടയ്ക്കുള്ള റൂട്ടാണ്. അതെന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞ് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പാർക്കിങ്ങിന് വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ബൈക്കൊക്കെ ആണെങ്കിൽ രണ്ട് സൈഡിലൊക്കെയുമായിട്ട് പാർക്ക് ചെയ്ത് വെക്കാം. നമ്മൾ ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്ത് അങ്ങ് കയറി അങ്ങ് പോയി. അപ്പോൾ അകത്ത് പാർക്ക് ചെയ്യാൻ അങ്ങേറ്റം ചെന്നപ്പോൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തിരിച്ച് കുറച്ച് ഇറങ്ങി വന്ന് നമ്മൾ വണ്ടി ഒതുക്കി. ഇനി നമുക്ക് എന്തായാലും നടന്നകത്തേക്ക് കയറാം. അപ്പോൾ ഇതാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന പ്രവേശന കവാടം. ഇതിൻ്റെ ഇരുവശങ്ങളിലുമായി നമുക്ക് നിറയെ കടകളും കാര്യങ്ങളൊക്കെയും കാണാം. അവിടെ കുറേയേറെ വസ്തുക്കൾ, ചോക്ലേറ്റ്, ക്യാരറ്റ്, അതുപോലെ ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമുക്കെന്തായാലും അകത്തേക്ക് കയറി നോക്കാം. ഇവിടെ ഈ പയ്യൻ ആ മരത്തിന് മുകളിലിരിക്കുന്ന കുരങ്ങനുമായിട്ടുള്ള കളിയുടെ തിരക്കിലാണ്. എന്തായാലും നല്ല രീതിയിലുള്ള മഞ്ഞുണ്ട്. നമുക്ക് കുറച്ച് അകലെയുള്ള ഒന്നും തന്നെ വലിയ കാര്യമായിട്ട് കാണത്തില്ല. മഞ്ഞ് മാത്രം നമുക്ക് മൂടി നിൽക്കുന്നത് കാണാം. ഇത് കണ്ടോ, നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് നമ്മുടെ അവിടെ ആളുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നത്. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഈ ഒരു സ്ഥലം വരുന്നത് തമിഴ്നാടിൻ്റെ അണ്ടറിലാണ്. അതുപോലെ തേനി ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടൂറിസം കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് തമിഴ്നാടാണ്. നമുക്കെന്തായാലും മുൻപോട്ട് തന്നെ നടന്നു നോക്കാം. നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മുടെ സൈഡിലായിട്ട് കുറേ കടകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കടകളിൽ നിന്ന് അനേക സാധനങ്ങളൊക്കെയും വിൽക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറേ കടകളൊക്കെയും അടച്ചിട്ടിരിക്കുകയാണ്. എന്താ കാരണമെന്നറിയില്ല. പക്ഷേ ഇവിടെ അനേക സഞ്ചാരികൾ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ കുറേയൊക്കെ കടകൾ പണി നടക്കുന്നുണ്ട്. കുറേയൊക്കെ കടകൾ അടച്ചിട്ടിരിക്കുന്നു. എന്നാൽ കുറേയൊക്കെ തുറന്നിട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ തുറന്നിട്ടതിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ ചായപ്പൊടിയുണ്ട്, പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കുറേ തൈലങ്ങൾ, എണ്ണകൾ, അങ്ങനെയൊക്കെയും കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് കുറേ സാധനങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോകുവാൻ കഴിയും. ഔട്ട്ലെറ്റിനെക്കാട്ടിലും വില കുറവാണ് കേട്ടോ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ. എന്തായാലും നമ്മൾ നമ്മുടെ ആദ്യത്തെ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഈ ടവർ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. എന്താ കാരണമെന്നറിയില്ല. പക്ഷേ ഇതുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ മഞ്ഞായതുകൊണ്ട് എന്ത് വ്യൂ ഉണ്ടായിട്ടും കാര്യമില്ല. എവിടെ നോക്കിയാലും മഞ്ഞ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ താഴേക്കും കുറേ നടന്നിറങ്ങി പോകാനുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ താഴത്തേക്ക് പോകുന്നില്ല. നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് പതിയെ മേളിലേക്ക് തന്നെ കയറുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ജാക്കറ്റ് റെയിൻ പ്രൂഫ് അല്ല. ചെറുതായിട്ട് മഴ പെയ്യാനൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് കൊണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നില്ല. നമ്മളിവിടെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് മേളിലേക്ക് തന്നെ പോവുകയാണ്. പക്ഷേ നമ്മൾ ഒരു ദിവസം താഴത്തേക്ക് പോകും. നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ആ തണുപ്പത്തും ഇവരിവിടെ ഫുട്ബോൾ കളിക്കുകയാണ്. നല്ല രസം തോന്നി. ഇവരുടെ കൂടെ കുറച്ചു നേരം കൂടിയാലോ എന്നുണ്ടായിരുന്നു. പക്ഷേ തണുപ്പ് അതിന് അനുവദിച്ചില്ല. കൂടാതെ മഴ പെയ്യുമെന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് നമ്മളതിന് പെട്ടെന്ന് തന്നെ പടിയായി. നമ്മൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. അപ്പം നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് തെറിക്കുകയാണ്. തിരിച്ചിറങ്ങുമ്പോഴാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കോടയാണ്. എൻ്റെ പൊന്നെ, അടുത്ത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന എന്താണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല.
ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ അടുത്ത യാത്ര നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എനർജി. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു യാത്രയുടെ വിശേഷവുമായി മറ്റൊരു യാത്രയിൽ കാണുമ്പോഴേക്കും ദിസ് ഈസ് ഡഗാഡ് സൈനിങ് ഔട്ട്. ബൈ.